الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി ഉസ്താദ് അവറുകൾ വരുന്നുണ്ട്. ഉസ്താദ് വരുന്നതിൻ്റെ മുമ്പ് ഉള്ള ഏതാനും സമയങ്ങളാണ് എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഉസ്താദ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു കാര്യം പറയാണ്, എക്കോ ഒഴിവാക്കിയില്ലെങ്കിൽ ഉസ്താദ് എന്തായാലും ചൂടാവും. അതൊരാളെ കളിയാക്കുന്ന പരിപാടിയാണെന്നാണ് മൂപ്പര അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് എക്കോ ഒഴിവാക്കിയിട്ട് ശബ്ദം കൂട്ടി വെച്ചോളി. എങ്ങനെ ഡോറ് തുറന്നില്ല, എങ്ങനെ എന്ത് ചെയ്താലും ഈ സാധനം ഇല്ലല്ലോ, ഇവിടുത്തെ മുഴക്കല്ലേ ഉള്ളൂ, പറഞ്ഞാൽ മതി. ഉസ്താദ് പറയുന്നത് വേറൊരു കാര്യം കൂടി ഉണ്ട്, അതുകൂടി കൂട്ടത്തിൽ പറയാം. ഈ മാറാകുക എന്ന് പറഞ്ഞാൽ എതിരാകുക എന്നുള്ള അർത്ഥം. അപ്പോൾ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ കടത്തും മാറാവട്ടെ എന്ന് പറഞ്ഞാൽ പറയണതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമൊക്കെ ഉണ്ട്. ദൈവമേ കൈത്തൊഴാം കാക്കുമാറാകണം. എന്നാലും അതൊരു ദ്വാരക്കുമ്പോൾ അതൊരു അദബിനെതിരാണെന്ന് തോന്നുന്നുണ്ട്, മാറാവുക എന്നുള്ള പ്രയോഗം. പിന്നെ എന്നുള്ള പ്രയോഗമൊക്കെ അധികം ക്രിസ്ത്യാനികളിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചോനെ ഞങ്ങൾ സ്വർഗത്തിൽ കടത്തണേന്ന് തന്നെ പറഞ്ഞാൽ മതി. ഇതിൻ്റെ മാറാക്കണത് അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ, പുറത്തു തരും മാറാവട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ പ്രത്യേകിച്ച് നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ചെറുങ്ങനെയെങ്കിലും പ്രഭാഷണം തുടങ്ങുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ പ്രയോഗം നമ്മൾ തുടക്കത്തിലേ ഒഴിവാക്കിയാൽ അത് നന്നാവും. കൂട്ടത്തിൽ ഓർമ്മ വന്നപ്പോൾ പറയാണ്, ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അപ്പം നമ്മളൊക്കെ വേദികളിൽ അധികവും ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണ് വളരെ കൃത്യമായി എന്നുള്ളൊരു പ്രയോഗം. ഒരാൾ പ്രസംഗിക്കാൻ നിന്നാൽ ഒരു 10 വട്ടെങ്കിലും വളരെ കൃത്യമായി എന്നാണ്. അപ്പം എന്താ അപ്പോൾ ഇതിലൊരു കൃത്യത കുറവുണ്ടോ എന്ന് തോന്നിപ്പോവും. അപ്പോൾ അത് ഇങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ഇതൊക്കെ ഉസ്താദ് പറയുന്ന ഓരോ കാര്യങ്ങളാണ്. ഇപ്പം ഇങ്ങനത്തെ കുറേ കാഴ്ചപ്പാടുകളുള്ള ഒരാളാണ്. എല്ലാം കൂടി ഒപ്പം പറയില്ല എന്നുള്ളൂ, ഓരോന്നോരോന്നേ പറയുള്ളൂ എന്നുള്ളത്. അത് കുറേ ഉസ്താദിൻ്റെ ഒപ്പം നടന്നാൽ ഇങ്ങനെ കുറേ സംഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വിഷയത്തിലേക്ക് വരാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ എന്ന 1-ാം വസന്തമാസത്തിലേക്ക് കടക്കാൻ ഇനി 2 ദിവസമുള്ളത്. ഇന്ന് സഫർ 28ആണ്. നാളെ എന്തായാലും ഉറപ്പ് 29. മറ്റന്നാൾ റബീഉൽ അവ്വലാണോ 30ആണോ എന്നതിൽ സംശയമാണ്. എത്ര പഠിച്ചാലും അവസാനിക്കാത്ത ഒരു വിഷയമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നലെയും നബിതങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന പരസ്യം പത്രത്തിൽ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ എഴുതും വായിക്കും ചെയ്യുന്നതാണ് എന്നർത്ഥം. എത്ര പഠിച്ചാലും ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ പഠിച്ചാലും ആ ഒരു വിഷയം തീരൂല. പക്ഷെ നമ്മൾ വൈവിധ്യമായ മേഖലകൾ പഠിക്കുന്നതിന് പകരം ചില ആവർത്തനങ്ങൾ അവലംബിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ നമ്മളൊക്കെ നാടുകളിൽ കുട്ടികളുടെ നബിദിന പരിപാടി ഉണ്ടാവും. ഒക്കെ പഴയ കേട്ട പ്രസംഗങ്ങൾ തന്നെ ഇക്കാരം. പിന്നെ ഭൂമുഖത്തുള്ള വിഗ്രഹങ്ങൾ തലകുത്തി വീണതും സാവ തടാകം വറ്റി വരേണ്ടതും, ഇങ്ങനെ പുതിയതായിട്ടുള്ള പഠനങ്ങൾ ആരും അവതരിപ്പിക്കുന്നത് കേൾക്കാറില്ല. നമ്മളൊക്കെ അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളിലേക്ക് തിരിയേണ്ടതുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് കുട്ടികളുടെ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടൊരു വിഷയം ഇതുവരെ പഠിച്ചിട്ടില്ല. എല്ലാ പുണ്യവാളന്മാരുടെയും കുട്ടിക്കാലം പഠനം നടത്തിയിട്ടുണ്ട്. ഉണ്ണി യേശു പഠനം നടത്തപ്പെട്ടൊരു വിഷയമാണ്. ഉണ്ണി കണ്ണൻ പഠനം നടത്തപ്പെട്ടൊരു വിഷയമാണ്. ഉണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠനം നടക്കാത്തൊരു വിഷയമായിപ്പോയി. സൂറത്തുൽ ഇൻഷിറാഹിന് ബഹുമാനപ്പെട്ട മുഹമ്മദ് സദിരി റളിയല്ലാഹു അൻഹു എഴുതിയൊരു തഫ്സീറുണ്ട്. അതിൽ വറഫഅനാ ലക ദിക്റക എന്ന ആയത്തിൻ്റെ തഫ്സീർ കാണാം. വറഫഅനാ ലക, നബിയെ നിങ്ങൾക്ക് നാം ഉയർത്തിയിരിക്കുന്നു. ദിക്റക, നിങ്ങളുടെ ഓർമ്മയെ നാം ഉയർത്തിയിരിക്കുന്നു. ഉണ്ണി നബിക്ക് ഭയങ്കര ഓർമ്മശക്തിയായിരുന്നു എന്നാ. ആദ്യം മദീനയിലേക്ക് പോകുന്നത് 6-ാമത്തെ വയസ്സിലാണ്. അന്ന് കൂടെയുണ്ടായിരുന്നത് ഉമ്മയായ ആമിന ബീവിയും
സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ സ്ത്രീയുമാണ്. 6-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മ തുടങ്ങണതിൻ്റെ മുന്നുള്ള കാലമാണ്. നമുക്കൊന്നും നമ്മൾ 6-ാമത്തെ വയസ്സ് ഓർമ്മയില്ല. പിന്നെ നബിതങ്ങൾ മദീനയിലേക്ക് പോകുന്നത് 53-ാമത്തെ വയസ്സിലാണ്. 53-ാം വയസ്സിൽ ഓർമ്മ തെറ്റ് തുടങ്ങുന്ന കാലമാണ്. അപ്പോഴേക്ക് ഓർമ്മയൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോകുമ്പോൾ 6-ാമത്തെ വയസ്സിൽ പോയ അന്ന് കണ്ട ആളുകളെ കുറിച്ച് പറഞ്ഞു. 53-ാം വയസ്സിൽ പോകുമ്പോൾ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ടായിരുന്നു. സിദ്ദീഖേ, ഈ കാണുന്ന മലഞ്ചെരുവിലാണ് ഞാൻ ആടിനെ നോക്കിയത്. ആ കാണുന്ന കുളത്തിലാണ് ഞാൻ നീന്താൻ പഠിച്ചത്. അന്ന് എൻ്റെ കൂടെ ഇന്ന ആളുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഓരോന്നിങ്ങനെ പേരെടുത്ത് പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തു. 6-ാമത്തെ വയസ്സിൽ പറഞ്ഞത് നബിതങ്ങളുടെ ഓർമ്മ 6-ാം വയസ്സ് വരെ ഒന്നുമല്ല കേട്ടോ, അതിനപ്പുറത്തേക്കും പോകുന്നുണ്ട്. ഉമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഞാൻ കപ്പലില്ലായിരുന്നു. കുന്തു നബിയൻ വൽ ആദമു ബൈനൽ മാഇ വത്തീൻ. ആദം നബി അലൈഹിസ്സലാം മണ്ണും ചളിയുമായി സ്വർഗത്തിൻ്റെ ചെരുവിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹു എന്നെ നബിയായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ബാക്കിൽക്ക് മുന്നുക്ക് ഓർമ്മയുണ്ട് എന്നുള്ളതാണ് നബി തങ്ങളുടെ പ്രത്യേകത. വരാൻ പോകുന്നത് ഓർമ്മയുണ്ട്. നമുക്കൊക്കെ സാധാരണ ബാക്കിൽക്കാണ് മാക്സിമം അധ്വാനിച്ചാൽ ഓർമ്മിക്കാൻ കഴിയാം. എന്നാൽ നബി തങ്ങളുടെ ഓർമ്മ മുന്നോട്ടും പോകുന്നുണ്ട്, മുന്നിലേക്കും പോകുന്നുണ്ട്. ഫാത്തിമ, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മരണപ്പെടുന്നത് നീയായിരിക്കും ഫാത്തിമ. ബാക്കിൽക്കാണ്, മുന്നോട്ടാണ്. ഒരു സഹാബി വര്യൻ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് മഹ്ശറയിൽ വെച്ച് നിങ്ങളെ കാണണം നബിയെ, ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹൗദുൽ കൗസർ എന്ന പാനീയം വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഞാനുണ്ടായിരിക്കും സഹാബ, നിങ്ങൾ അവിടെ എന്നെ അന്വേഷിക്കണം. ആ സഹാബി വര്യൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഹൗദുൽ കൗസറിൻ്റെ അടുക്കൽ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എനിക്ക് എന്തായാലും നിങ്ങളെ കണ്ടേ പറ്റുള്ളൂ. സഹാബ, മീസാനിൻ്റെ അടുക്കൽ ഞാനുണ്ടായിരിക്കും, അവിടെ നിങ്ങൾ എന്നെ അന്വേഷിക്കണം. അള്ളാഹിൻ്റെ റസൂലേ, മീസാൻ്റെ അടുക്കൽ നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എവിടെയാ ഞാൻ അന്വേഷിക്കുക? സഹാബ, ആളുകളുടെ നന്മതിന്മകൾ തൂക്കുന്ന സ്ഥലത്ത് എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ സിറാത്ത് പാലത്തിൻ്റെ അടുക്കൽ ഞാൻ എന്തായാലും ഉണ്ടായിരിക്കും സഹാബ. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. മീസാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത് ഉമ്മയും വാപ്പയും മക്കളെ ഓർക്കാത്ത സ്ഥലമാണ്. ഉമ്മയും വാപ്പയും മക്കളെ ഓർക്കാത്ത സ്ഥലമാണ് മീസാൻ. മക്കൾക്ക് മാതാപിതാക്കളെ ഓർമ്മ വരും, പക്ഷെ അത് സ്വർഗത്തിലെത്തിയതിന് ശേഷമുള്ളൂ. മാതാപിതാക്കൾക്ക് മക്കളെ ഓർമ്മ വരും, പക്ഷേ അത് സ്വർഗത്തിലെത്തിയതിന് ശേഷമുള്ളൂ. ശുഹദാക്കളും ഔലിയാക്കളും മക്കൾക്ക് മാതാപിതാക്കളും ഒക്കെ ശഫാഅത്ത് ചെയ്യും. അത് ഫരീഖും ഫിൽ ജന്നത്തി ഫരീഖും ഫിസ് സഈർ എന്ന് തീരുമാനിക്കപ്പെട്ടതിന് ശേഷമാണ്. ഒരു ഭാഗം നരകത്തിലേക്കും ഒരു ഭാഗം സ്വർഗത്തിലേക്കും എന്ന് തീരുമാനിച്ചിട്ട് സ്വർഗത്തിൻ്റെ ആൾക്കാരൊക്കെ സ്വർഗത്തിലെത്തിയാൽ വാപ്പാനെ കാണാൻ ചെല്ലോ എന്ന് പറഞ്ഞ് തിരഞ്ഞു നോക്കും. അപ്പോൾ കാണൂല, അപ്പോൾ ശഫാഅത്ത് ചെയ്യും. എന്നാൽ നരകാവകാശി നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് വ്യക്തികളാണ് ശഫാഅത്ത് ചെയ്യുക. ഒന്ന് വിശുദ്ധ ഖുർആന്റെ ശഫാഅത്താണ്. എല്ലാ ശഫാഅത്തുകളും നരകത്തിൽ ചാടിയവന് രക്ഷപ്പെടാനാണെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെ അഹ്ലുകാർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത് നരകത്തിൽ ചാടാതിരിക്കാനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുർആന് മാത്രമേ ഉള്ള പ്രത്യേകത, ബാക്കിയൊക്കെ ചാടിയതിൻ്റെ ശേഷമുള്ള ശഫാഅത്താണ്. രണ്ടാമത്തേത് പുണ്യനബിയുടെ ശഫാഅത്താണ്. സ്വർഗത്തേക്ക് ആദ്യത്തെ ടിക്കറ്റ് കിട്ടിയിട്ട് പിന്നെ സിറാത്ത് പാലത്തിൻ്റെ അടുത്ത് ഒരേ ഒരു മനുഷ്യനെ തിരിഞ്ഞു നിൽക്കുള്ളൂ. ഓർമ്മയാണത്, നിൻ്റെ ഉമ്മത്ത് ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടോ? ആ സമയത്ത്
മക്കൾ മാതാപിതാക്കളെ ഓർക്കാത്ത സമയത്ത് ഉമ്മത്തിനെ നോക്കി തിരിഞ്ഞു നിൽക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ ആളും സ്വർഗത്തിൽ പോയതിന് ശേഷം മാത്രം വലത്തെ കാല് വെച്ചിട്ട് സ്വർഗത്തിൽ കയറും. അത്ര ഓർമ്മശക്തിയുള്ള വേറെ ആരുമില്ല എന്നതാണ്. നമ്മൾ നമ്മുടെ ജീവനേക്കാൾ ഉപരിയായി നബിതങ്ങളെ സ്നേഹിക്കണം. ജീവനേക്കാൾ ശരിക്ക് പോരട്ടോ, ശരീരത്തേക്കാൾ തന്നെ ഉപരിയായി സ്നേഹിക്കണം. നമ്മുടെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബിതങ്ങൾ മുഅ്മിനീങ്ങളോട് സ്വന്തം ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടതാണ്. ഹുബ്ബ് രണ്ട് തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് ഉണ്ടാക്കിയാൽ ഉണ്ടാവുന്നതുണ്ട്, ഒന്ന് ഉണ്ടാക്കാതെ ഉണ്ടാവുന്നതുണ്ട്. ഉണ്ടാക്കിയാൽ ഉണ്ടാകുന്ന സ്നേഹത്തിന് ഫിആലിയായ സ്നേഹം എന്ന് പറയും. ഉണ്ടാക്കാതെ ഉണ്ടാകുന്ന സ്നേഹത്തിന് ഇൻഫിആലിയായ സ്നേഹം എന്നാണ് പറയാം. നബിതങ്ങളോടുള്ള സ്നേഹം നമ്മൾ ഉണ്ടാക്കേണ്ടതല്ല, ഉണ്ടാക്കാതെ ഉണ്ടാവേണ്ടതാണ്. ഉണ്ടാക്കാതെ ഉണ്ടാവണം. ഉണ്ടാക്കാതെ ഉണ്ടാവാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കഴിയാത്തവർ ആദ്യം ഉണ്ടാക്കണം, പിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയിലേക്ക് എത്തണം. ചിലർക്ക് നേരത്തെ തന്നെ ഉണ്ട്. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കാതെ തന്നെ ഉണ്ടായ ആളാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പോലും ശിർക്ക് ചെയ്യാത്ത ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിതങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം കച്ചവടത്തിന് പോയതായിരുന്നു. കച്ചവടം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അബൂജാഹിൽ ചെന്നു. കച്ചവടം എന്ന് പറഞ്ഞാൽ അന്നത്തെ കച്ചവടം രണ്ട് തലയ്ക്കും കച്ചവടമാണ്. എന്ന് പറഞ്ഞാൽ മക്കത്തിൽ നിന്ന് അവിടെയുള്ള എല്ലാ വിഭവങ്ങളെയും ശേഖരിച്ച് സിറിയയിലേക്കോ പേർഷ്യയിലേക്കോ ഒക്കെ പോകും. അങ്ങനെ ഈ സാധനം അവിടെ വിറ്റതിന് ശേഷം മക്കയിലില്ലാത്ത സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങി ഇങ്ങോട്ടും വരും. കച്ചവട സംഘം തിരിച്ചെത്തിയാൽ തിരിച്ചെത്തുന്ന ദിവസം ചന്തയായിരിക്കും. ആ ചന്ത കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ കച്ചവടം അവസാനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കച്ചവട സംഘം തിരിച്ചെത്തുന്ന ദിവസം വലിയ ആഘോഷമായിരിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അബൂജാഹിൽ അടുത്ത് എന്നിട്ട് മെല്ലെ സ്വകാര്യത്തിൽ വിളിച്ചുകൊണ്ടുപോയിട്ട് വിവരം എന്തേലും അറിഞ്ഞോ എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ വിവരം എന്ന് ചോദിച്ചു. എന്താ വിവരം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മുഹമ്മദ് ഇപ്പോൾ അള്ളാൻ്റെ റസൂലായിട്ട് വന്നിക്കാത്രേ എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. അതെ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. എന്നാൽ അബൂബക്കർ അതുകൊണ്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അതാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ. ഇൻഫിയാലിയായ സ്നേഹമാണ്. അതങ്ങോട്ട് ഒഴിവാക്കാൻ കഴിയണില്ല. അവിടെയാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരെങ്കിലും നബിതങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉടലിൽ നിന്ന് തല ഞാൻ വേർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവിൻ്റെ വീടിൻ്റെ മുമ്പിൽ കാവൽ നിന്നത് ഇൻഫിയാലിയാണ്. അങ്ങനെയാണ് നമുക്ക് ആവേണ്ടത്. അങ്ങനെ ആവണമെങ്കിൽ നബിതങ്ങളുടെ ആദർശം പഠിച്ചുകൊണ്ട് കാര്യമില്ല, നബിതങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിനെ ഷമാഇൽ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, ഷമാഇൽ തുർമുദി. നബിതങ്ങളുടെ ശരീരമാണ് അതിൽ പറഞ്ഞത് മുഴുവൻ. അള്ളാൻ്റെ റസൂലിൻ്റെ താടി എങ്ങനെയായിരുന്നു, മീശ എങ്ങനെയായിരുന്നു, കണ്ണെങ്ങനെയായിരുന്നു, കണ്ണിൻ്റെ പുരികങ്ങൾ എങ്ങനെയായിരുന്നു, ഓരോന്നും പറയാണ്. ശരിക്കും അതന്നെ പഠിക്കണം, നബിതങ്ങളുടെ ശരീരം. എന്നാലുള്ളൂ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബിതങ്ങൾ മുഅ്മിനീങ്ങളോട് ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടതാണെന്നല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ശരീരത്തേക്കാൾ എങ്ങനെയാണ് ബന്ധം തിരണമെങ്കിൽ ശരീരം തന്നെ പഠിക്കണം. നബിതങ്ങളുടെ കണ്ണിൻ്റെ പുരികങ്ങൾ റാ എന്ന അക്ഷരം പോലെ വളഞ്ഞതായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള വെളുത്ത ഭാഗം അതിശക്തമായി വെളുപ്പുള്ളതായിരുന്നു. ആ വെളുപ്പ് നിറത്തിലുള്ള കൃഷ്ണമണി കറുകറുത്തതായിരുന്നു. മുടികൾ തിങ്ങി നിറഞ്ഞതും കറുപ്പുള്ളതുമായിരുന്നു. താടിരോമങ്ങൾ കറുകറുത്തതാണ്. തൊട്ടടുത്ത് നിന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ താടിരോമത്തിൻ്റെ ഉള്ളിലൂടെ ശരീരത്തിൻ്റെ നിറം കാണുമായിരുന്നു. അധികം നീളമുള്ളവരോ കുറിയവരോ അല്ല, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് നബിതങ്ങൾക്കുള്ളത്. ചെറിയ കുട്ടികളുടെ നഖത്തിൻ്റെ നിറം, അതാണ് നബിതങ്ങളുടെ നിറം.
ചെറിയ കുട്ടികളുടെ നമുക്കൊക്കെ ഉണ്ടാവും. ചെറിയ കുട്ടികളിൽ പ്രത്യേകിച്ച് കാണുന്ന നഖത്തിൻ്റെ നിറമായിരുന്നു നബി തങ്ങളുടെ നിറം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂവിൻ്റെ വാസനയാണ് നബി തങ്ങളുടെ വിയർപ്പിനുണ്ടായിരുന്നത്. പെരൻ്റെ മുമ്പിൽ റോസാപ്പൂവിൻ്റെ ചെടി കൊന്ന് കുഴിച്ചിടുമ്പോൾ അള്ളാഹുവേ, പുണ്യനബിയുടെ ശരീരത്തിൻ്റെ വാസന ഇതിനുള്ളതുകൊണ്ടാണ് ഞാനിതിവിടെ കുഴിച്ചിടുന്നത് എന്ന് നിയ്യത്ത് ചെയ്താൽ മഹബത്താവും. ഇല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വന്നിട്ട് ആ നല്ല ചെടി ഇത് എവിടുന്നേ വാങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് പോവും. നിയ്യത്തുകൊണ്ടാണ് എല്ലാം വേർതിരിയുന്നത്. നിയ്യത്തുകൊണ്ടേ എല്ലാം വേർതിരിയുള്ളൂ. അപ്പോൾ നമ്മളെ പേരൻ്റെ മുമ്പിൽ ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂവിൻ്റെ ചെടി കുഴിച്ചിടുമ്പോൾ ഇത് പുണ്യനബിയുടെ ശരീരത്തിൻ്റെ വാസനയുള്ളതാണല്ലോ എന്ന് മനസ്സിൽ കരുതണം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ലോകത്ത് മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിക്കപ്പെടുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട്. മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി റളിയല്ലാഹു അൻഹുക്ക് അങ്ങനെയായിരുന്നു. അള്ളാഹിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയും എപ്പോഴും. ഗൗസുൽ ആലമിൻ്റെ എല്ലാ പ്രസംഗവും അള്ളാഹുവിനെ കുറിച്ചായിരിക്കും. 50,000 ആളുകളൊക്കെ പങ്കെടുക്കുന്ന സദസ്സാണ് ഗൗസുൽ ആലമിൻ്റെ സദസ്സ്. വയല് കേട്ടിട്ട് 5,000 ആളുകൾ 4,000 ആളുകൾ വയല് കഴിയുമ്പോഴേക്ക് ബോധം കെട്ടു വീഴും. അങ്ങനെ അള്ളാഹുവിനെ പറ്റി മാത്രം പറയുന്ന പ്രസംഗമാണ്. ഇപ്പോൾ അള്ളാഹിനെ പറ്റിയാണ് പറയാം. ഒരു ദിവസം മഹാനായ ഗൗസുൽ ആലം പുറത്തു പോയ സമയത്ത് വീട്ടിലൊരു കള്ളൻ വന്നു. അല്പം സാമ്പത്തിക ശേഷിയുള്ള ഒരാളായിരുന്നു ഗൗസുൽ ആലം. അപ്പോൾ വീട്ടിലൊരു കള്ളൻ വന്നിട്ട് അയാളിങ്ങനെ റൂം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഗൗസുൽ ആലമും ശിഷ്യന്മാരും കൂടിയും കടന്നു വന്നു. അപ്പോൾ കള്ളൻ ഉടനെ കട്ടിലിൻ്റെ ചോട്ട് പോയിട്ട് ഒളിച്ചു. ഗൗസുൽ ആലം വന്ന് കട്ടിലുമേ ഇരുന്ന് തിൽമീദന്മാർ താഴെ ഇരുന്ന് നസീഹത്ത് ആരംഭിച്ചു. ഈ ലോകത്തെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ അന്വേഷിക്കുകയാണ്. അള്ളാഹു ഇല്ല എന്ന് പറയുന്നവനും യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് അള്ളാഹിനെ തന്നെയാണ്, തെരഞ്ഞിട്ട് കാണില്ല എന്നുള്ളൂ. ഒരാൾ അല്ലല്ല എന്നാ വാദിക്കുന്നത്, അവൻ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് അള്ളാഹുവിനെ തന്നെയാണ്. ഓൻ തെരഞ്ഞിട്ട് കണ്ടില്ല എന്നുള്ളൂ. ഉദാഹരണമായി ഈ കട്ടിലിൻ്റെ തൊട്ട് ഒരു കള്ളുണ്ട് എന്ന് കരുതുക, ഓനും തെരണത് അള്ളാഹിനെയാണ്, ഓൻ തെരഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ല എന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നീച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് കലിമ ചൊല്ലിത്തരീന്ന് പറഞ്ഞു. അപ്പം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കുലംബുക്കെ പുതിയ ഇസ്ലാമീനെ അബ്ദാലന്മാരാക്കി മാറ്റി അയച്ചോവർ. വളരെ പെട്ടെന്നാണ് ആ മാറ്റം. അള്ളാഹുവിനെ പറ്റിയാണ് എപ്പോഴും ഗൗസുൽ ആലം പറയാം. ഇതാണ് ഒരു രീതി, അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈമാൻ സംരക്ഷിക്കുന്ന ഒരു രീതി. അതിൽ ധാരാളം ഇൽമുണ്ടാവും. അള്ളാഹുവിനെ പറ്റി പറയുന്ന രീതിയിൽ ഒരമണിക്കൂർ പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 50 കാര്യങ്ങളെങ്കിലും അതിലുണ്ടാവും. എന്നാൽ രണ്ടാമത്തെ ഒരു രീതിയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങനെ വർണ്ണിച്ചിട്ട് മുഅ്മിനീങ്ങളുടെ ഈമാൻ ശക്തിപ്പെടുത്തുന്ന ഒരു രീതി. അതാണ് മഹാനായ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അവലംബിച്ചിട്ടുള്ളത്. അതിൽ ഇൽമ് വളരെ കുറവായിക്കാരം. ഇഷ്കിൻ്റെ വയല് പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. 2 മണിക്കൂർ വയല് പറഞ്ഞാൽ അവസാനം എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഒരു ഫാത്തിമാവിയുടെ കഥയെ ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ എന്നാ എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല ആളായിരുന്നു എന്ന് പറയും. എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു, അതൊന്നും പറയണ്ട, എന്താ അവിടുത്തെ ജനങ്ങൾ എന്ന് പറയും. പറഞ്ഞേ കിട്ടൂല. അത് ഇഷ്കിൻ്റെ പ്രസംഗം അങ്ങനെയാണ്. അതിൽ ഇൽമ് കുറവായിരിക്കും, മറ്റേതിൽ ഇൽമ് വളരെ കൂടുതലായിരിക്കും. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള കേരളത്തിൽ വന്ന ആളുകളൊക്കെ മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിച്ച് നിർത്തുന്നതിന് സ്വീകരിച്ച രീതി ഇഷ്കിൻ്റെ രീതിയാണ്. അതിലാണ് മൗലിദുകളും മാലപ്പാട്ടുകളൊക്കെ ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ വരിക. മഖ്ദൂം റളിയല്ലാഹു അൻഹു അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാരമ്പര്യത്തിൽ വരുന്നവരൊക്കെ ആ ശൈലിയാണ് സ്വീകരിച്ചത്. മഖ്ദൂം റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ്. ലോകത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാരമ്പര്യത്തിൽ വരുന്നവരൊക്കെ അങ്ങനെയാണ്. ലക്ഷദ്വീപിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയാൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. ഇതേ ശൈലിയാണ് അവിടെ ഉണ്ടാകുക. മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. സയ്യിദല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളല്ല, ഉമർ ഖാദിയും തങ്ങളല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന ആളാണ്. ഇഷ്കാണ് അവരുടെ രീതി. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ശൈലിയാണ്. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. റൗള ഷരീഫ് തുറപ്പിച്ച ആളാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു.
ഒരു ദിവസം റൗള ഷരീഫിൻ്റെ അടുത്ത് ഇങ്ങനെ വഫാത്തിൻ്റെ മുന്നോടിയായി റൗളയുടെ അടുക്കൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ മഹാനായ ശൈഖ് റിഫായിക്കൊരാഗ്രഹം തോന്നി. പുണ്യനബിയുടെ കൈയൊന്ന് കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് മുത്തിയ തിരക്കടില്ല എന്ന് തോന്നിയപ്പോൾ ഒരു പാട്ട് പാടി. ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഫ്ലാ ബിഹാ ശഫാതി. നബിയെ, അങ്ങകലെ വിദൂരമായ രാജ്യത്ത് നിന്ന് സാധുവായി അഹമ്മദ് അവൻ്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്. നബിയെ, നിങ്ങളെ ഷറഫാക്കപ്പെട്ട കൈയൊന്ന് തരികയാണെങ്കിൽ അഹമ്മദിൻ്റെ ചുണ്ടൊന്ന് ചേർത്ത് വെച്ച് മുത്തിക്കൂടെ എന്ന് പറയേണ്ട താമസം പുണ്യനബിയുടെ റൗദയിൽ നിന്ന് കൈ നീട്ടിക്കൊടുത്ത ആളാണ് സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഈ സംഭവം കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ മനാഖിബ് പറയുന്ന കിതാബുണ്ട്. അതിൽ ഈ സംഗതി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൗലിദ് കിതാബിൽ കാണുന്ന റിഫായി മൗലിദിലും ഈ സംഭവമുണ്ട്. ഈ ബൈത്തും അതിലുണ്ട്, മഹാനവർകൾ ചൊല്ലിയ ബൈത്ത്. ആ പാരമ്പര്യത്തിൽ വരുന്ന ആളാണ് മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നബിതങ്ങളെങ്ങനെ പറഞ്ഞിട്ട് ഇഷ്കിൽ ഈമാനിനെ നിലനിർത്തി. അതാണ് മങ്കൂസ് മൗലിദ്. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയൂ, ഉമ്മാക്ക് ഉമ്മയാകാൻ മാത്രമേ കഴിയൂ. ഒരു മനുഷ്യന് ഒരേ സമയം വാപ്പയും ഉമ്മയുമാകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ഉമ്മുൻ അം അബു, നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയുമാണ്, അം അബു വാപ്പയുമാകുന്നു. മാ റഅയ്ന, ഞങ്ങൾ കണ്ടിട്ടില്ല, ഫീഹിമ ഉമ്മയിലും വാപ്പയിലും, മിസ്ല ഹുസ്നിക, നിങ്ങളുടെ നന്മ പോലത്തെ നന്മ അവരിൽ കണ്ടിട്ടില്ല. മാതാപിതാക്കൾ കൈയൊഴിയുന്ന ഒരു രംഗം മനുഷ്യന് വരാണ്ട്, ആത്മഹർഷം തുടികൊട്ടുന്ന നാള്. അന്നത്തെ ഏക പ്രതീക്ഷയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പിയമ്മയും കൈയൊഴിയും. മുലകുടിക്കുന്ന പെണ്ണ് മുലകുടിക്കുന്ന കുട്ടിയെ തൊട്ട് അശ്രദ്ധമാകുമെന്ന് ഖുർആൻ പറഞ്ഞു. ഒരു പെണ്ണ് കുട്ടിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ മുല കൊടുക്കുമ്പോഴാണ്. എന്നാൽ യൗമ തദ്ഹലു കുല്ലു മുർദിയാത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാരാ വമാ ഹും ബിസുകാരാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. യൗമ തദ്ഹലു കുല്ലു മുർദിയാത്തിൻ അമ്മാ അർളഅത്, മുല കൊടുക്കുന്ന പെണ്ണ് മുല കൊടുക്കുന്ന കുട്ടിയെ തൊട്ട് അശ്രദ്ധമാകുന്നൊരു ദിവസം വരാണ്ട്. അന്ന് ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എല്ലാവരും മക്കളെ കഴിയുകയും ആ ദിവസം തൻ്റെ ഉമ്മത്തിന് വേണ്ടി വിലപിക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഉമ്മയേക്കാളും വാപ്പയേക്കാളും പ്രത്യേകമാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വാപ്പാനെ വാപ്പാന്ന് വിളിക്കാതെ റസൂലേന്ന് വിളിച്ചത്. ഫാത്തിമ ബീവി തൻ്റെ ഉപ്പയെ യാ റസൂലല്ലാഹ് എന്നാണ് വിളിച്ചിരുന്നത്. ആയിഷ ബീവി ഭർത്താവിനെ യാ റസൂലല്ലാഹ് എന്നാണ് വിളിച്ചിരുന്നത്. വാപ്പ ഉമ്മ ഭർത്താവ് എന്നതിനേക്കാൾ വലിയ ബന്ധമാണ് റസൂൽ എന്നതിനുള്ളത്. അതുകൊണ്ടാണ് വാപ്പയിലും ഉമ്മയിലും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, വാപ്പയും ഉമ്മയും നമ്മളെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നവരാണ്. വാപ്പയമ്മ എന്താ കാട്ടിയത്? സ്വർഗത്തു നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിക്കുകയാണ്. അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി സലാത്തു അലൻ നബി
വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. സഹാബാക്കളൊക്കെ നബിതങ്ങളെ വിളിച്ചിരുന്ന പേര് ബദർ എന്നാണ്, ചന്ദ്രൻ. തിങ്കളാഴ്ചയാണ് നബിതങ്ങൾ വന്നത്. തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം. എല്ലാം അല്ലാഹു തആല നേരത്തെ പ്ലാൻ ചെയ്തതാണ്. നബിതങ്ങൾ വന്നതിന് ശേഷം ആ ദിവസത്തിന് ആ പേരിട്ടതല്ല. പേര് നേരത്തെ തന്നെ തിങ്കളാഴ്ച എന്നാണ് അതിൻ്റെ പേര്. അപ്പം നേരത്തെ പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിങ്കളാഴ്ച വന്നത് എന്നർത്ഥം. സഹാബാക്കളൊക്കെ നബിനെ ചന്ദ്രൻ എന്ന് വിളിച്ചു. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാലില്ലാഹി ദാഇ. അതന്നെയാണ് മഖ്ദൂം തങ്ങളും പറഞ്ഞത്. അൻത തത്ലു ബൈനന ഫിൽ കവാകിബി കൽ ബുദുർ ബൽ വശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാം വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ചന്ദ്രന് ഒരു പ്രത്യേകത ഉണ്ട്. അത് സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചതിന് ശേഷമാണ് വിതരണം ചെയ്യുന്നത്. എന്നാൽ ലഭിതങ്ങൾ അങ്ങനെയല്ല. അതാണ് ബൽ വ അശ്റഫു, നിങ്ങൾ ചന്ദ്രനേക്കാൾ പ്രത്യേകതയുള്ളതാണെന്ന് പറഞ്ഞത്. ചന്ദ്രൻ സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് വിതരണം ചെയ്യാം. നബിതങ്ങളെക്കുറിച്ച് മറ്റൊന്നിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് വിതരണം ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റൂല എന്ന് തോന്നിയപ്പോഴാണ് ബൽ വ അശ്റഫു മിൻഹു എന്ന് ചേർത്തത്. ആത്മഹർഷം തുടികൊട്ടുന്ന നാളിലെ ഏക പ്രതീക്ഷയാണ്. ആദം നബി മുതൽ എല്ലാ അമ്പിയാക്കളെടുത്തും മനുഷ്യന്മാർ ചെല്ലും. ഒന്ന് ശഫാഅത്ത് ചെയ്തിട്ട് ഹിസാബ് നടത്തിയാൽ മതി. ചെമ്പിൻ്റെ തറയിൽ നിന്ന് ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ നിന്നിട്ട് കാലിൻ്റെ മുട്ടുവരെ വിയർപ്പുള്ളവരും അരവരെ വിയർപ്പുള്ളവരും ചെവി വരെ വിയർപ്പുള്ളവരും മൂക്ക് വരെ വിയർപ്പുള്ളവരും ഓരോ മനുഷ്യൻ്റെയും അമലിൻ്റെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിത്താഴുന്നവരും മഹ്ശറയിലുണ്ടാവും. അവിടുത്തെ സംവിധാനം അങ്ങനെയാണ്. അപ്പോൾ നരകത്തേക്കായാലും വേണ്ടില്ല, ഇവിടുന്ന് ഒന്നാണ് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നും. അങ്ങനെയാണ് ആദം വല്യാപ്പാൻ്റെ അടുത്തല്ല. വല്യാപ്പ പറയും, മക്കളെ ഇന്നെക്കൊണ്ടാവില്ല. പണ്ട് സ്വർഗത്തിൽ നിന്നൊരു കനി പറിച്ചതിൻ്റെ ബേജാറ് എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇബ്രാഹിം നബിയുടെ അടുത്തെല്ലും മൂസാ നബിയുടെ അടുത്തെല്ലും ഈസാ നബിയുടെ അടുത്തെല്ലും അവസാനം എല്ലാവരും കൂടി അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് കായണപേക്ഷിച്ചുകൊണ്ട് കരഞ്ഞു പറയുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറയും, ഉമ്മത്തെ ഞാനത് ചെയ്യാം. അർശിൻ്റെ താഴെ പോയി സുജൂദിൽ കിടക്കും. മണിക്കൂറുകളോളം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സുജൂദിനൊടുവിൽ അള്ളാഹു പറയും, മുഹമ്മദ് സൽത്തുഴ്ത്ത, മുഹമ്മദ് നബിയെ തല ഉയർത്തു, ആവശ്യം എന്താണെങ്കിൽ ചോദിച്ചോളൂ, നമ്മൾ തരാമല്ലോ. അപ്പൊ പറയും, പടച്ചോനെ നിന്റെ അടിമകൾ മഹ്ശറയിൽ നിന്നിട്ട് ആകെ അടങ്ങാറായിട്ടുണ്ട്, അവരെ ഒന്ന് വിചാരണ ചെയ്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനിക്കണം. അങ്ങനെയാണ് ഹിസാബിന് വേണ്ടി അള്ളാഹു വരുന്നത്. ഇറയോൻ വിചാരണ കണയും ഇരു കൈകൾ ചേതി മൊഴിയും കാലന്ന് സാക്ഷി പറയും കേട്ട് വിതുമ്പിക്കാരെയും റബ്ബേ ചതിച്ചല്ലോ എന്നെ ഹുബ്ബേ പൊറുക്കുമോ ഇന്നേ തേങ്ങിക്കാരഞ്ഞന്ന് വിള്ളും തേട്ടം പടച്ചോനും തള്ളും. എല്ലാവരും ഖേദിക്കുന്ന ദിവസമാണ്. ആയിഷ വസ്ത്രമില്ലാതെ മഹ്ശറയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആളുകൾ പരസ്പരം ഔറത്ത് കാണൂല നബിയേ,
ആയിഷ അൽ അംറു അശദ്ദു മിൻഹു, കാര്യം നീ ഉദ്ദേശിച്ചതിനേക്കാൾ ഗൗരവമാണ് ആയിഷ. അന്ന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഔറത്ത് നോക്കുന്ന ദിവസമായിരിക്കില്ല ആയിഷ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ദിവസം ഉമ്മത്തിന് വേണ്ടി കരയുന്ന ഒരു മനുഷ്യൻ, അതാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അല്ലാഹു തആല വിചാരണ ചെയ്തിട്ടാണ് ഫരീഖും ബിൽ ജന്നതി ഫരീഖും ഫിസ്സഈർ എന്ന് പറയുന്നത്. അന്നത്തെ ഏകരക്ഷ അൻത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ദുനിയാവിൽ വെച്ചുകൊണ്ട് ദിവസത്തിൽ 2 പ്രാവശ്യം നിങ്ങളുടെ അമലുകൾ എനിക്ക് വെളിവാക്കപ്പെടുമെന്നും എല്ലാ ദിവസവും 2 പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നമ്മൾ ചെയ്യുന്ന എല്ലാ പരിപാടിയും നബിതങ്ങൾ കാണും. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ രംഗം. നമ്മൾ എത്ര രഹസ്യമായി, നമ്മൾ എത്ര സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യക്കാരം ദിവസം 2 നേരം നബിതങ്ങൾ കാണാം. വാപ്പയാണെങ്കിൽ 3 പ്രാവശ്യം മദ്യം പറയുള്ളൂ. അങ്ങേപുരത്തെ പെരെ പോയിട്ട് കച്ചറുണ്ടാക്കിയാൽ ആദ്യത്തെ പ്രാവശ്യം വാപ്പ പോയി മദ്യം പറഞ്ഞാണ്ട് പോരും. 2ാമത്തെ ദിവസം നമ്മളെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞാണ്ട് പോയിട്ട് മദ്യം പറഞ്ഞിട്ട് പിന്നെയും പോരും. 3ാമത്തെ ദിവസം നമ്മളെ പെരടിക്ക് 4 തരും ചെയ്യും. പിന്നെ കുറേ നേരത്തിനൊന്നും ഉണ്ടാതിരിക്കും. അവസാനം വൈകുന്നേരം ആകുമ്പോൾ പോയിങ്ങാണ്ട് മദ്യം പറഞ്ഞു പോരും. 4ാമത്തെ ദിവസം നമ്മളെ പെരേന്ന് പുറത്തേക്കണ്ട് ഇറക്കും. എന്നാൽ എല്ലാ ദിവസവും 2 തവണ നമുക്ക് വേണ്ടി മദ്യം പറയുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതിയുടെ ഭാഗമായി തന്നെ മുഹമ്മദ് നബിയോടുള്ള മഹബത്ത് വരണം. നമ്മുടെ ശരീരപ്രകൃതി തന്നെ നബിതങ്ങളെ മഹബത്ത് വെക്കുന്ന അവസ്ഥയിലേക്ക് മാറണം. ഫിആലി ആയാൽ പോരാ, ഇൻഫിആലി ആവണം. അത് നമ്മുടെ ശരീരത്തിലും മജ്ജയിലും രക്തത്തിലും ഊട്ടപ്പെടണം. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നതാണ്. ചില ആൾക്കാർക്ക് മക്കളോട് പേരക്കുട്ടികളോട് ഭയങ്കര ഇഷ്ടീകാരം, ചില വയസ്സന്മാർക്ക്. അപ്പോൾ വൈകുന്നേരത്തെ അങ്ങാടി ചെന്നാൽ കാൽച്ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പേരക്കുട്ടികളെ പറ്റിയിട്ടാണ് പറയാം, ഇന്ന് വൈകുന്നേരത്തിൻ്റെ പേരക്കുട്ടി സ്കൂൾ ഇട്ട് വന്നപ്പോഴേ എന്ന് പറഞ്ഞാൽ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമാണെന്നർത്ഥം. ഇഷ്ടമുള്ളതിനെക്കുറിച്ച് എപ്പോഴും പറയും. അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. ഇഷ്ടമുള്ളതിനെക്കുറിച്ച് എപ്പോഴും പറയും. എങ്കിൽ നബിതങ്ങളോട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയണം. മൗലാന ഷൗക്കത്ത് അലിയോട് തൻ്റെ ഉമ്മ കൊടുത്ത ഉപദേശമായിരുന്നു, മോനെ നിന്റെ ഇൽമിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള ഇൽമായിരിക്കണം എന്ന്. ഷൗക്കത്ത് അലിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും പുതിയൊരു വിവരം പഠിച്ചാൽ, ഉദാഹരണം ഈ സാധനത്തിൻ്റെ പേര് മൈക്കയാണെന്ന് മനസ്സിലായാൽ ഉടനെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് നബിതങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇൽമ പഠിക്കും. തൻ്റെ ഇൽമിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള ഇൽമായിരിക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. സാരേ ജഹാം സെ അച്ഛയുടെ രചയിതാവായ സർ സയ്യിദ് ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു, ഇന്ത്യയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, കാരണം എൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നു. സാരേ ജഹാം സെ അച്ഛ എഴുതിയ മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയെ സ്നേഹിക്കാനുള്ള കാരണം മുഹമ്മദ് നബി നാവുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് ആലോചിക്കണം. അള്ളാഹിൻ്റെ റസൂല് വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് സ്വഹാബാക്കൾ ചികിത്സിച്ചു, വിവിധ മരുന്നുകൾ കൊടുത്ത് ചികിത്സിച്ചപ്പോൾ പറഞ്ഞതാണ്, എനിക്കിത് മരണത്തിൻ്റെ രോഗമാണ്, എന്നെ നിങ്ങൾ ചികിത്സിക്കേണ്ടതില്ല. ഇതേ രോഗം മറ്റാർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യൻ ഉഴുതുകൊണ്ട് അവരെ നിങ്ങൾ ചികിത്സിക്കുക. അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത്. എൻ്റെ നബി ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട്
ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നു, അതിനാൽ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് സ്നേഹം എന്ന് പറഞ്ഞത്. എല്ലാറ്റിനും ഒരു കാരണം വേണം. റോസാപ്പൂവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിൻ്റെ ഗന്ധമുള്ളതാണത് എന്ന നിലയിലാണ് അങ്ങനെ സ്നേഹിക്കേണ്ടത്. എല്ലാം അങ്ങനെ തന്നെയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല. ഖബറുള്ള സ്ഥലത്ത് വെച്ച്, താൻ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് വെച്ച് 40,000 ഖത്തം ഓതി തീർത്ത ആളാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഖബറുള്ള ആ സ്ഥലത്ത് ഇരുന്നിട്ട് 40,000 ഖത്തം തീർത്തിട്ടുണ്ട്. മദീനയിലെ മുദരിസായിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന് ഖസീദത്തുൻ നുഅ്മാനിയ്യ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഒരു ബൈത്തുണ്ട്, ഒരു പാട്ട്. ആ പാട്ടിൻ്റെ അവസാനത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങയോടുള്ള മഹബത്തല്ലാതെ ഈ അബൂ ഹനീഫാക്ക് മരിച്ചു വരുമ്പോൾ കൊണ്ടുവരാൻ ഒന്നുമില്ല റസൂലേ. അങ്ങയോടുള്ള മഹബത്തല്ലാതെ അബൂ ഹനീഫാക്ക് മരിച്ചു വരുമ്പോൾ കൊണ്ടുവരാനൊന്നുമില്ല. മദീനയിൽ ദർസ് നടത്തുന്ന കാലത്ത് 20 തവണ കാലിൽ വന്ന് തേള് കുത്തിയിട്ട് കാല് ഇളക്കാതിരുന്നപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഉസ്താദെ, തേള് കുത്തുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ കിടന്നുറങ്ങുന്ന മദീനയിൽ ഞാൻ എങ്ങനെയാണ് അസ്വസ്ഥനാവുക എന്ന് ചോദിച്ച ആളാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അള്ളാഹിൻ്റെ റസൂൽ ഉറങ്ങണ മദീനയിൽ ഞാൻ എങ്ങനെ അസ്വസ്ഥനാകുക എന്ന് ചോദിച്ചിട്ട് ജീവിതകാലത്തൊരിക്കൽ പോലും മദീനയിലൂടെ ചെരിപ്പിട്ട് നടന്നിട്ടില്ല അബൂ ഹനീഫത്തുൽ കൂഫി അൻ-നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും മദീനയിൽ ചെരുപ്പിട്ട് നടന്നിട്ടില്ല. അള്ളാഹിൻ്റെ റസൂൽ കടന്നുറങ്ങുന്ന മദീനയിൽ ഞാൻ എങ്ങനെ ചെരുപ്പിടുക? മുഹമ്മദ് എന്ന പേര് പറയാൻ കഴിയാത്തതിനാൽ ബോധം കെട്ട് വീണ മനുഷ്യനല്ലേ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. മദീനയിൽ നബി തങ്ങൾ വഫാത്തായപ്പോൾ ഇനി അവിടെ താമസിക്കാൻ വയ്യ, അങ്ങനെ കൂഫയിലേക്ക് താമസം മാറി. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പഴയകാല സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി മദീനയിൽ വന്നപ്പോൾ നിർബന്ധിച്ച് വാങ്കൊടുപ്പിച്ചതാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞതോടുകൂടി ബോധരഹിതനായി പിറകോട്ട് മറിഞ്ഞു വീണ ആളാണ് ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. നമുക്ക് എവിടെ ഉണ്ട് സ്നേഹം? അല്ലാഹു തആലക്ക് 2 സ്വർഗ്ഗമില്ല, ഒറ്റ സ്വർഗ്ഗമുള്ളൂ. സ്വർഗത്തിന് 8 വാതിലുണ്ട്. 8 കൂടെ കയറിയാലും എത്തുന്നത് ഒരേ സ്വർഗത്തിലാ. അവിടെ ബിലാൽ റളിയല്ലാഹുവിന് ഇരിക്കുന്നുണ്ടാവും, അവിടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടാവും, അവിടെ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടാവും. അങ്ങോട്ട് കയറി ചെല്ലണം എന്നാണ് നമ്മളെ പൂതി. എന്താ നമ്മളടുത്തുള്ളത്? അള്ളാഹിൻ്റെ റസൂലേ, ഖിയാമത്ത് നാൾ എപ്പോഴാ നബിയേ? പുണ്യ നബി ചോദിച്ചു, അതിനെന്താണ് നീ ഒരുക്കി തയ്യാറാക്കിയിരിക്കുന്നത് മനുഷ്യ? ഒമാ അഅദത്ത ലിദാലിക, എന്താണ് അതിന് നീ തയ്യാർ ചെയ്തിട്ടുള്ളത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് ആകെയുള്ളത് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുള്ള മഹബത്താണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ നീ അവരോടൊപ്പമായിരിക്കുമെന്ന് പറഞ്ഞു. നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും ഉണ്ടാകുക. വലിയൊരു സംഗതിയാണ്. എല്ലാവരും അതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗള ഷരീഫ് തുറന്നു. ഞമ്മക്കും തുറക്കും, ഉമർ ഖാദിയുടെ മാതിരി ആയാൽ മതി. എന്താ ഉമർ ഖാദിക്കുള്ള പ്രത്യേകത? സ്നേഹം എന്ന് പറഞ്ഞത് 2 നിലക്കുണ്ട്. ഒന്ന് മനുഷ്യൻ്റെ തലയുമായി ബന്ധപ്പെട്ട സ്നേഹമുണ്ട്, ഒന്ന് മനുഷ്യൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട സ്നേഹമുണ്ട്. തലനേറ്റ് ബന്ധപ്പെട്ട സ്നേഹം, ഹൃദയവുമായി ബന്ധപ്പെട്ട സ്നേഹം, അങ്ങനെ സ്നേഹം 2 എണ്ണം. തലയുമായി ബന്ധപ്പെട്ട സ്നേഹത്തിൽ സ്വാർത്ഥത ഉണ്ടാവും. നമ്മളെ മക്കളെ നമ്മൾ നോക്കുന്നത് എന്തിനാ? നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളിങ്ങോട്ടും നോക്കാൻ. സംഗതി സ്നേഹം തന്നെയാണ്, പക്ഷെ അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. വാപ്പാനെ നോക്കണം എന്തിനാ? സ്വർഗം കിട്ടാൻ. സംഗതി നല്ലത് തന്നെയാണ്, സ്വർഗം കിട്ടുകയും ചെയ്യും.
പക്ഷെ ഒരു ലക്ഷ്യമുണ്ട്, ഒരു സ്വാർത്ഥതയുണ്ട്. ഇത് തലൻ്റെ പരിപാടിയാണ്. അപ്പോൾ തലൻ്റെ സ്നേഹം എന്ന് പറഞ്ഞതുകൊണ്ട് ദുന്യാവുക്കുള്ളതാണെന്ന് മാത്രം കരുതണ്ട, ആഖിറത്തുക്കുള്ളതും ഏതുകൊണ്ടുണ്ടാവും? തല കൊണ്ടുണ്ടാവും. ആഖിറത്തിലെ നേട്ടത്തിന് വേണ്ടി ഒരാൾ ചെയ്യുന്ന അമലും തനിക്ക് ഒരു നേട്ടത്തെ ലക്ഷ്യമാക്കി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മസ്തിഷ്കബന്ധിതമാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അത് യാതൊരു സ്വാർത്ഥതയും ഇല്ലാത്ത സ്നേഹമാണ്, ഒന്നുമില്ല. കുട്ടി ചെറിയ കുട്ടിയാണ്. ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി 24 മണിക്കൂറിൽ കൂടുതൽ ജീവിക്കാൻ യാതൊരു സാധ്യതയില്ല, 100%. എന്നാലും ഉമ്മാക്ക് ആ കുട്ടിനോടൊരു സ്നേഹം ഉണ്ടാവും. അത് ഹൃദയബന്ധിതമാണ്, ഒരു നേട്ടത്തിന് വേണ്ടിയുമല്ല. ഇങ്ങനെ ഒരാൾക്ക് മുഹമ്മദ് നബിയോട് സ്നേഹം ഉണ്ടായാൽ അവൻ്റെ മുമ്പിൽ റൗദയുടെ വാതിൽ തുറക്കും. അതാണ് ഉമർ ഖാദിക്കുണ്ടായത്. റൗദ ഷരീഫിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്നപ്പോൾ ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുന്നു. ഒന്ന് തുറന്നാൽ എനിക്ക് അടുത്തൊന്ന് ചെന്ന് സലാം പറയാമായിരുന്നല്ലോ. അതിലിങ്ങോട്ട് വന്നു ഒരു പാട്ട്, അടീന്ന് ഇങ്ങോട്ട് വന്നു മേപ്പെട്ടൊരു പാട്ട്. അതാണ് പാടി റൗദയുടെ വാതിൽ തൊട്ടിത്തുറന്ന് അകത്ത് കടന്ന് സലാം പറഞ്ഞു. സയ്യിദുനാ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ആ ഒരു സ്നേഹം നമുക്കുണ്ടായാലേ നമുക്കും കിട്ടും. ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങളെ ഉറക്കത്തിൽ കാണാൻ നിങ്ങൾ ആരും ആഗ്രഹിക്കണ്ട. കാരണം നബി തങ്ങളെ ഉണർച്ചയിൽ തന്നെ കാണും, ഞാൻ കണ്ടിട്ടുണ്ട്. ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞതാണ്. മദീനയിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ സമദാനി സാഹിബ് പരിഭാഷപ്പെടുത്തിയ പുസ്തകത്തിൽ കാണാം. ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞതാണ്, നബി തങ്ങളെ ഉറക്കത്തിൽ കാണാൻ ആരും ആഗ്രഹിക്കണ്ട. ഉണർച്ചയിൽ തന്നെ കാണാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ ഉറക്കത്തിൽ കാണാൻ ആഗ്രഹിക്കണത്? നിങ്ങളുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ ഉണർച്ചയിൽ തന്നെ കാണാം മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ റൗദ ഷരീഫിൻ്റെ അടുത്ത് സിയാറത്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതപ്പ് കൊണ്ട് ആകെ മൂടിയ ഒരാൾ എൻ്റെ അടുക്കൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഷാ, നിങ്ങൾക്ക് എന്നെ ഇനി കാണാൻ തോന്നുമ്പോഴെല്ലാം ഇതുപോലെ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചാൽ മതി ഷാ എന്നെന്നോട് പറഞ്ഞുവെന്ന് ഷാ വലിയുല്ലാഹി ദഹ്ലവി. സ്വാർത്ഥതയില്ലാതെ ആവണമെന്ന് മാത്രം. യാക്രമബൈത്തി എല്ലിയപ്പോഴാണ് ഉമർ ഖാദിക്ക് റൗദ ഷരീഫ് തുറന്നത്. നമ്മളതൊരു കടലാസിൽ ഇങ്ങനെ എഴുതിയിട്ട് റൗദൻ്റെ അടുത്ത് എന്നിട്ട് 100 വട്ടം ചെല്ലിയാലും തുറക്കൂല. എന്തേ കാരണം? ഉമർ ഖാദിക്ക് തുറന്നില്ല, അപ്പം അത് എളുപ്പമാന്ന് നമുക്ക് തോന്നി. അത് തല പറഞ്ഞു തന്നതാണെന്നുള്ളതാണ് കാരണം. ഉമർ ഖാദിക്ക് അത് ചെല്ലിയപ്പോഴാണ് തുറന്നത്, അതുകൊണ്ട് ചെല്ലിയോക്കെ എന്ന് പറഞ്ഞത് തലയാണ്. ഉമർ ഖാദിയോട് അത് തല പറഞ്ഞതായിരുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ ഖൽബ് പറഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മഹാനവറുകൾക്ക് തുറന്നത്. അങ്ങോട്ട് നീങ്ങാൻ നമുക്ക് കഴിയണം. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മുൻകഴിഞ്ഞ എല്ലാ അമ്പിയാക്കളോടും നബി തങ്ങളെ താരതമ്യം ചെയ്ത് പറഞ്ഞത് കാണാൻ പറ്റും. എല്ലാ അമ്പിയാക്കളോടും താരതമ്യം ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, ഞാനിത് പറയുന്നത് മറ്റു നബിമാരെ മോശമാക്കാനല്ല, എൻ്റെ നബിയെ വലുതാക്കാനാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദ് രാജാവിൻ്റെ തീക്കുണ്ടാരത്തിൽ കിടന്നപ്പോൾ തീ കെട്ടുപോയി, തീയിന് ചൂടില്ലാതെയായി. ഇബ്രാഹിം നബിയുടെ വലിയൊരു ഒരു മുജ്സത്താണത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ തന്നെ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീക്കുണ്ടാരം കെട്ടുപോയി. ഷാഫി ഇമാം പറഞ്ഞു, ഞാനിത് പറഞ്ഞത് ഇബ്രാഹിം നബിനെ മോശാക്കാനല്ല, എൻ്റെ നബിനെ വലുതാക്കാനാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ നൈൽ നദിയുടെ അടുത്തേക്ക് പോയി. നൈൽ നദിയുടെ അടുത്തെത്തിയപ്പോൾ പിന്നിൽ നിന്ന് ഫറോവയും തൻ്റെ കിങ്കരന്മാരും വാഹനപ്പുറത്ത് കുതിരപ്പുറത്ത് കയറി വരുന്നത് കണ്ടു. ഇനി രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് തോന്നിയപ്പോൾ മൂസാ നബി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് നൈൽ നദിയെ അടിക്കുകയും നൈൽ നദി 2 പിളർപ്പായി മാറി നിൽക്കുകയും അതിലൂടെ മൂസാ നബിയും അനുചരന്മാരും രക്ഷപ്പെടുകയും ചെയ്തു.
വടികൊണ്ടടിച്ചപ്പോൾ നൈൽ നദി 2 പിളർപ്പായി മാറി നിന്നു എന്നതാണ് മൂസാ നബിയുടെ മുഅ്ജിസത്തെങ്കിൽ, ഒരു ദിവസം നബി തങ്ങളോട് ഖുറൈശികൾ ചന്ദ്രനെ പിളർത്തി കാണിക്കാൻ പറഞ്ഞപ്പോൾ വിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ടേ ഉള്ളൂ, കയ്യെത്താത്ത ചന്ദ്രനതാ 2 പിളർപ്പായി മാറി നിന്നു. ഒരു വലിയ സമ്മേളനത്തിലാണ് ഉണ്ടായത്. ഖുർആൻ സാഹിത്യത്തിനെതിരാണ് എന്ന് ഖുറൈശികൾ വാദിച്ചു. അങ്ങനെ ഖുർആൻ സാഹിത്യത്തിനെതിരാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഖുറൈശികൾ ഒരു വലിയ സാഹിത്യ സമ്മേളനം വിളിച്ചു ചേർത്തു. വലിയ ഭീമൻ സാഹിത്യ സമ്മേളനം. അതിൽ രാജ്യത്തറിയപ്പെടുന്ന വലിയൊരു സാഹിത്യകാരനെ കൊണ്ടുവന്നിരുന്നു പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇങ്ങനെ ഖുർആൻ തെരഞ്ഞിട്ട് സാഹിത്യത്തിനെതിരുള്ള വാക്കുകൾ കണ്ടുപിടിച്ചിരുന്നു. അതിന് ഒന്നാമത്തെ വാക്ക് കുബ്ബാറൻ എന്ന വാക്കായിരുന്നു. കുബ്ബാർ അത് സാഹിത്യമല്ല എന്നാണ് വല്ല വാദം. സാഹിത്യകാരൻ വന്നിട്ട് സ്റ്റേജ് അങ്ങനെ കയറി ജനങ്ങളൊക്കെ കൂടി ഒരുമിച്ച് കൂടിയത് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, കത് ജമഅത്തും ജംഅൻ കുബ്ബാറ. കുബ്ബാറ എന്നുള്ള വാക്കിനെതിരെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന ആള് ആദ്യം പറഞ്ഞ വാക്ക് തന്നെ കുബ്ബാറ എന്നായപ്പോൾ സാഹിത്യ സമ്മേളനം പൊളിഞ്ഞു. അന്നാണ് മുഹമ്മദ് എന്നോട് ഇനി ഭൂമിയിലത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി, അതുകൊണ്ട് ഇനി ആകാശത്തുള്ളത് പറയാന്ന് പറഞ്ഞിട്ട് ഓല് ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരണം, 2 പിളർപ്പായി മാറി നിൽക്കണം, എന്നിട്ട് അത് വീണ്ടും കൂടിയിട്ട് മടങ്ങിപ്പോകണം, പറ്റുമോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു തോർന്നു, കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ചന്ദ്രൻ ഉദിച്ചു വന്നു, 2 പിളർപ്പായി, അത് വീണ്ടും കൂടി മടങ്ങിപ്പോവുകയും ചെയ്തു. ഓല് വിശ്വസിച്ചില്ല കേട്ടോ, കാരണം ഓർക്ക് തൗഫീക്കില്ല. ഈ ചെങ്ങായിനെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറഞ്ഞു. ഇവൻ്റെ ഒരു സിഹിർ ഭയങ്കര സിഹിർ തന്നെ, ഭൂമിയിലും നിൽക്കണില്ല, അത് ആകാശത്തിലും ഉണ്ടില്ലേ എന്ന് പറഞ്ഞാണ്ട് ഓല് വിശ്വസിച്ചില്ല. അത് വേറെ കാര്യം. ഓൽക്ക് അള്ളാഹുവിൻ്റെ തൗഫീക്കില്ല, അതുകൊണ്ട് ഓല് വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലക്കും അവർ പീഡിപ്പിച്ചു. ഈസ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല കൊടുത്ത വലിയൊരു മുഅ്ജിസത്ത് ചികിത്സയായിരുന്നു. മാനവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചികിത്സ, വെള്ളപ്പാണ്ട് രോഗികൾ എങ്ങനെ തടഞ്ഞാൽ മാറും. കണ്ണ് കാണാത്ത ആൾക്കാർക്ക് മൂപ്പരിങ്ങനെ തടഞ്ഞു കൊടുത്താൽ കാഴ്ച ഉണ്ടാവും. വെള്ളപ്പാണ്ട് രോഗികൾ ഇങ്ങനെ തടഞ്ഞാൽ മാറും, കണ്ണ് കാണാത്തവർക്ക് ഇങ്ങനെ തടഞ്ഞു കൊടുത്താൽ. വെള്ളപ്പാണ്ട് രോഗികളും കാഴ്ച കുറയുന്നവരും ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ ഫാത്തിഹ വേണ്ടത്. ഹാഫി ഡോക്ടറെ, ഈസാ നബി അലൈഹി ഇസ്ലാമാണ് കണ്ണാണാത്തവർക്കും വെള്ളപ്പാണ്ട് രോഗികൾക്കും ചികിത്സിച്ചിരുന്ന ഏറ്റവും അറിയപ്പെടുന്ന മനുഷ്യൻ. മഹാനവറുകളുടെ മുഅ്ജിസത്ത് അതായിരുന്നു. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈസാ നബി കണ്ണ് കാണാത്തവരുടെ കണ്ണ് കാഴ്ചക്ക് വേണ്ടി ചികിത്സിച്ചിരുന്നത് കണ്ണ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഉള്ള ആൾക്കാർക്കാണ്. കണ്ണ് അവിടെ ഉണ്ട്, കാഴ്ച ഇല്ല എന്നുള്ള അങ്ങനത്തെ ഒരു കണ്ണ്. എന്നാൽ നബിതങ്ങൾ കാഴ്ച കൊടുത്തതായിരിക്കാന്ന് നിങ്ങൾ കണ്ണ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ലാത്ത ആൾക്കാണ്. ആർക്ക്? ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അവിടുന്ന് ചാടി, അതിങ്ങനെ കയ്യിലെടുത്തിട്ടാണ് കൊണ്ടുപോയി. ചാടിയ കണ്ണ് കയ്യിലിങ്ങനെ എടുത്ത് വെച്ചിട്ട് ആണ് കൊണ്ടുപോയി. നബിയെ, പുതിയ പെണ്ണ് കെട്ടിയതാണ് നബിയെ, ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയാണ് യുദ്ധത്തിന് പോരാൻ വേണ്ടിയിട്ട് മദീന പള്ളിയിൽ നിന്ന് വിളിയാളം കേട്ടത്. ഞാൻ അപ്പം സലാം പറഞ്ഞാണ് പോകുന്നതാണ്. എങ്ങനെ ഈ കണ്ണില്ലാതെ ഞാൻ എൻ്റെ പെരേക്കില്ല, അതുകൊണ്ട് എനിക്ക് ഈ കണ്ണ് വേണമെന്ന് പറഞ്ഞു. അതിനൊക്കെ ഖുർആനിൽ എവിടെ നമ്മൾ തെളിവാണ്? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നബിനോട്? എന്നാൽ ഖത്താദ അത് പറഞ്ഞു. ഖത്താദ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, ഖത്താദ, നിനക്ക് ഈ കണ്ണിന് പകരം സ്വർഗത്തിൽ വെച്ചൊരു കണ്ണ് പോരെ ഖത്താദ? എന്തേക്കാരം മറുപടി? ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, എനിക്ക് ഈ കണ്ണും വേണം, സ്വർഗത്തിൽ വെച്ച് വേറൊരു കണ്ണും വേണം. അതാ മറുപടി പറഞ്ഞാൽ. എനിക്ക് ഈ കണ്ണും വേണം, സ്വർഗത്തിൽ വെച്ച് വേറൊരു കണ്ണും വേണം. അപ്പം ആ കണ്ണിനെടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചു കൊടുത്തിട്ട് ഷറഫാക്കപ്പെട്ട ഉമിനീരെടുത്തിട്ട് രേശാണ് തേച്ചു കൊടുത്തു. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ആ കണ്ണിന് ചെങ്കണ്ണ് രോഗം പോലും പിന്നീട് ബാധിച്ചിട്ടില്ല. ചെങ്കണ്ണ് രോഗം പോലും ആ കണ്ണിന് പിന്നെ ഉണ്ടായിട്ടില്ല. അതാണ് ഈസാ നബി അലൈഹി ഇസ്ലാം എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സ അങ്ങനെയാണ്. ഇങ്ങനെ ഏത് നബിമാർ, സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഇരുമ്പ്
വഴിപ്പെടലായിരുന്നു മഹാനവറുകളുടെ പ്രത്യേകത. ഇരുമ്പിൻ്റെ ഒരു സാധനം എടുത്താൽ അതിങ്ങനെ പഞ്ഞി പോലെ ആവും. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ നൂലുണ്ടാക്കിയിട്ട് ആ നൂലുകൊണ്ട് പടയങ്കി ഉണ്ടാക്കും. യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കുന്ന പടയങ്കി ഉണ്ടായിട്ട് കൊണ്ടുപോയി വെക്കും. ഇരുമ്പിൻ്റെ നൂല് കൊണ്ട് കുപ്പായ ഉണ്ടായിട്ട് കൊണ്ടുപോയി വെക്കുക. അതാണ് ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ, ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. കൊട്ടുണ്ടാക്കിയിട്ട് ജീവിച്ച ആളാണ് സുലൈമാൻ നബി. കൽപ്പണിയിലെന്തോ സമർത്ഥനാ സക്കരിയ, നമുക്കെന്തോ മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ, തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിൻ്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധനാ. എല്ലാ അമ്പിയാക്കളും അങ്ങനെയാണ്. അപ്പോൾ ദാവൂദ് നബിയുടെ പ്രത്യേകത അതായിരുന്നു, ഇരുമ്പ് കയ്യെ പിടിച്ചാൽ അതിങ്ങനെ നീളും, പിന്നെ അതുകൊണ്ട് ഇങ്ങനെയായിരുന്നു. എന്നാൽ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിൽ കാണാം, തൻ്റെ കയ്യിൻ്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊടുക്കലായിരുന്നു. കയ്യിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം കൊടുക്കും. യുദ്ധത്തിന് പോകുമ്പോൾ വെള്ളമില്ലാതെ വിഷമിച്ചിട്ട് സഹാബാക്കൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ആ പാത്രത്തിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് കൈയിൻ്റെ വിരലിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ. ലോകത്ത് ലഭ്യമായ വെള്ളങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള വെള്ളം നബിയുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്ന വെള്ളമാണ്. വഅഫ്ളലുൽ മിയാഇ മാഉൻ ഖദ് നബ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫാനയിലു മിസ്റ സുമ്മ ബാഖിൽ അൻഹുറു. പ്രപഞ്ചത്തിൽ ലഭ്യമായ വെള്ളത്തിലെ ഒന്നാം സ്ഥാനത്തുള്ള വെള്ളം നബിയുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്ന വെള്ളമാണ്. രണ്ടാം സ്ഥാനമാണ് സംസമിനുള്ളത്. മൂന്നാം സ്ഥാനമാണ് ഹൗദുൽ കൗസറിനുള്ളത്. നാലാം സ്ഥാനമുള്ളത് നൈൽ നദിയിലെ വെള്ളത്തിനാണ്. കാരണം മൂസാ നബിയെ രക്ഷപ്പെടുത്തിയ വെള്ളമാണത്. സുമ്മ ബാക്കിൽ അൻഹുറു, അത് കഴിഞ്ഞാൽ അഞ്ചാം സ്ഥാനം എല്ലാ പുഴയിലും ഉള്ള വെള്ളങ്ങൾക്കാണ്. പുഴവെള്ളം എന്ന് പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ളതാണ്. മനുഷ്യൻ ചെയ്യുന്ന അതിക്രമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിക്രമം പുഴയോട് ചെയ്യുന്ന അതിക്രമമാണ്. ഭൂമിയിൽ ലഭ്യമാകുന്ന വെള്ളങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്നത് പുഴയിലെ വെള്ളമാണ്. എന്നാൽ ആ വെള്ളത്തോടാണ് മനുഷ്യൻ വളരെ ക്രൂരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ. അപ്പം അങ്ങനെ നബിതങ്ങൾ അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരികയാണ്. ചില കാര്യങ്ങളൊന്നും നമുക്ക് വിശ്വാസം വരാത്തതുകൊണ്ട് വലിയ അപകടം ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം. എല്ലാവർക്കും ദാരിദ്ര്യം പേടിയാണ്. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ദാരിദ്ര്യം വരാതിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് ഇനിയും അല്പം ഭക്ഷണം ബാക്കി വെച്ചു. മുഹമ്മദ് നബി ഒമിനൽ യസീരി സഖാവഅത്അമ ജൈശഹു ഹത്തഖതഫൗ വയസീറുഹു ലം യംഫദി. ഒമിനൽ യസീരി കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് സഖാ വെള്ളം കുടിപ്പിച്ചു, വഅത്അമ ജൈശഹു തൻ്റെ സൈന്യത്തിന് ഭക്ഷണവും കൊടുത്തു. ഹത്തഖതഫൗ അവർക്ക് എല്ലാവർക്കും മതിയായി, വലം യൻഫദി എന്നിട്ടും ഭക്ഷണം തീർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ദാരിദ്ര്യം വരാതിരിക്കാൻ ഒരു വഴിയുണ്ട്. ഇതാവക്കാൻ സൂറത്ത് ഓതിയാ മതി എന്ന് പറഞ്ഞിട്ട് ഞമ്മക്ക് അതാണ്ട് വിശ്വാസം വരുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഇതാവക്ക ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ട് നമുക്കത് വിശ്വാസം വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതാവക്ക ഓതാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് വിശ്വാസം വന്നൊരു മനുഷ്യനോട് ദാരിദ്ര്യം ഉണ്ടാവില്ല. ആ കാര്യം ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ധാരണകളല്ല, ഉറപ്പുകളാണ്. ഇൻഹുവ ഇല്ലാ വഹിയൂഹ, വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നബിതങ്ങൾ ഒന്നും പറയണില്ല. അപ്പം നമുക്കത് വിശ്വാസം വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കതാണ് വിശ്വാസം വരണം. ഞാൻ പറഞ്ഞത് അമ്പിയാക്കളുമായി നമ്മളിങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ എല്ലാ നബിമാരേക്കാളും
ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത് കാണാം. ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ എല്ലാ അമ്പിയാക്കൾക്കും തൻ്റെ ഉമ്മത്തികൾക്ക് വെള്ളം കൊടുക്കാൻ ഹൗലുണ്ട് എന്ന് ഹദീസിലുണ്ട്. എന്നാൽ നബി തങ്ങൾക്കുള്ള ഹൗലാണ് ഹൗലുൽ കൗസർ. ആദ്യമായി വെള്ളം കൊടുക്കൽ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഫസ്റ്റ് വെള്ളം കൊടുക്കൽ അവിടെ നിന്നാണ് ആരംഭിക്കുക. ഒരു കോപ്പ കുടിച്ചാൽ ലായതുമു ബഅദഹു അബദാ, അതിനുശേഷം ഒരിക്കലും അവന് ദാഹിക്കുകയില്ല. ഇന്നന നർജു ഇല ഉറക്കെ കൈസി ഹൗലിക ലിൽ അതശ് യൗമ നശ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി അസ്സലാ വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ വെള്ളം കുടിച്ചാൽ പിന്നെ ജന്മത്തിൽ ഒരിക്കലും ദാഹമില്ല. ഇത് ശരിക്കും സ്വഹാബത്ത് എല്ലാം മനസ്സിലാക്കിയിരുന്നു. അവർ നബി തങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി മാത്രമായി മദീന പള്ളിയിലേക്ക് പോയി. ഇൽമു പഠിക്കാനൊന്നും ആരും പോയിട്ടില്ല. നബിയുടെ അടുത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുക, അതിനവർ മദീനയിലേക്ക് പോയി, മദീന പള്ളിയിൽ പോയി. ആ ഇരുത്തം നഷ്ടപ്പെട്ടപ്പോൾ അവർ മദീനയോട് യാത്ര പറഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. സുഹബത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പിരിക്കുക എന്നാണ് അതിനർത്ഥം. നബിതങ്ങളോടൊപ്പം ഈമാനോടുകൂടി ഒരു സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടുകയും മുഅ്മിനായി മരണപ്പെടുകയും ചെയ്ത ഒരു സഹാബിയുടെ അടുത്തേക്ക് 10,000 കൊല്ലം ഇബാദത്ത് ചെയ്ത സഹാബി അല്ലാത്ത ഒരാൾ എത്തൂല. അള്ളാന്റെ റസൂലിന്റെ കൂടെ ഭാര്യയായി കഴിഞ്ഞ ഒരു സ്ത്രീയെ, ഉമ്മഹാത്തുൽ മുഅ്മിനീനെ, നബിതങ്ങൾക്ക് ശേഷം മറ്റൊരാൾ വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് ശരീഅത്തിന്റെ നിയമം. നബിതങ്ങളോടൊപ്പം ഭാര്യയായി താമസിച്ച ഒരാൾ മറ്റൊരാൾ വിവാഹം കഴിക്കുക എന്നത് കൊലപാതകവും അതുപോലെ ആത്മഹത്യക്ക് തുല്യവുമാണ് എന്നതിനാലാണ് ശരീഅത്ത് അത് നിരോധിച്ചത്. നബിൻ്റെ ഒപ്പം ഭാര്യയായി കഴിഞ്ഞ ഒരാൾക്ക് മറ്റൊരാളുടെ കൂടെ ഭാര്യയായി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശരീഅത്ത് അതിനെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒപ്പം ഇങ്ങനെ ഇരുന്നാൽ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഇങ്ങനെ വന്നു ചേരും. അങ്ങനെ സഹാബാക്കൾക്ക് എല്ലാവർക്കും ആ ഗുണമുണ്ടായി. നബി തങ്ങളുടെ ഒപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര ഐശ്വര്യങ്ങൾ വന്നു, ഭയങ്കര സ്നേഹവും വന്നു. അവരുടെ ശരീരപ്രകൃതിയിൽ തന്നെ നബി തങ്ങളോടുള്ള സ്നേഹം ഊട്ടപ്പെട്ടു. നല്ലൊരു പെരയാണ്, നല്ലൊരു പെര കയറ്റി പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് വയറിങ് ഒക്കെ കഴിഞ്ഞ് കുടിയിരിക്കാൻ നിൽക്കുമ്പോൾ നബിതങ്ങൾ വന്നിട്ട് ആ പെര അങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ കഴിയണം. അങ്ങനെ വരുമോ ചോദിക്കോ എന്നതല്ല പ്രശ്നം, ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയുമോ എന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അങ്ങനെ ഉണ്ടെങ്കിൽ നബിതങ്ങളുള്ള മഹബത്ത് നമുക്കുണ്ട് എന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്ക് മഹബത്തില്ല. അള്ളാഹിൻ്റെ റസൂലിനോട് ഒരാൾക്ക് മഹബത്തുണ്ടായാൽ നബിതങ്ങളെ കണ്ടുങ്ങാണ്ട് മരിക്കാൻ പറ്റും. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് മദീന പള്ളിയുടെ മിനാരത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഉസ്മാനെ വെള്ളം വേണോ, ഉസ്മാനെ വെള്ളം വേണോ എന്ന് കേട്ടു. ആ സമയത്ത് നബിതങ്ങൾ ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ മദീന പള്ളിയുടെ മിനാരത്തിൻ്റെ അടുത്ത് നിന്ന് വിളിച്ചു ചോദിക്കുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി അതുകൊണ്ട് നോമ്പ് തുറന്ന് വഫാത്തായി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വളരെ പ്രതിസന്ധി ഉണ്ടായ ഒരു ഘട്ടത്തിൽ നബി തങ്ങളുടെ 2 മക്കളെ വിവാഹം ചെയ്തു എന്നതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത. അബൂലഹബിൻ്റെ 2 മക്കളായിരുന്ന ഉത്ബത്തും ഉത്തൈബത്തും നബി തങ്ങളുടെ 2 മക്കളായിരുന്ന റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും വിവാഹം ചെയ്തിരുന്നു. അങ്ങനെ നബി തങ്ങൾ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോൾ 2 മക്കളെയും ഒരേ സമയത്ത് അബൂലഹബ് വീട്ടിൽ കൊടുന്നാക്കി. അതിൽ ആദ്യം റുഖിയയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ റുഖിയ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി.
ഉമ്മു കുൽസൂമിനെയും ഉസ്മാൻ റളിയല്ലാഹുവിനെയും വിവാഹം ചെയ്തു. അള്ളാൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, എനിക്കിനി ഒരു മകളും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാന് തന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. ഉമ്മു കുൽസൂം വഫാത്തായപ്പോൾ അതാണ് ഉസ്മാൻ റളിയല്ലാഹുവിന് ചെയ്ത വലിയൊരു സേവനം. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചിട്ട് വഫാത്തായി. നബി തങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോൾ അസ്വസ്ഥരായ ധാരാളം സഹാബത്തിനെ കാണാൻ പറ്റും. സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു മദീനയിൽ. സെയ്ദ് ബിൻ മുഹമ്മദ്, അള്ളാൻ്റെ റസൂല് വഫാത്തായി എന്ന വിവരം സെയ്ദ് ബിൻ മുഹമ്മദ് അറിയുന്നത് തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഈത്തപ്പന മരത്തിൻ്റെ ചോട്ടിൽ കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ വന്നിട്ട് പറഞ്ഞു, ഉപ്പാ തൂഫിയ റസൂലുള്ളാഹ്, അള്ളാൻ്റെ റസൂല് വഫാത്തായിരിക്കുന്നു ഉപ്പാന്ന് പറഞ്ഞപ്പോൾ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് തോരുന്നു, അല്ലാഹുമ്മ അദ്ഹിബ് ബസരീ ഫലൻ അറാ ബഅദ ഹബീബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദാ. അല്ലാഹുവേ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചെടുക്കണേ റബ്ബേ. അള്ളാൻ്റെ റസൂലിനെ കാണാൻ കഴിയില്ലെങ്കിൽ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഇനി ആരെയും കാണേണ്ടതില്ല റബ്ബേ. കണ്ണുപൊട്ടനെ കൊണ്ടുവരുന്നത് പോലെ തൻ്റെ മകൻ കയ്യും പിടിച്ചുകൊണ്ട് സെയ്ദ് ബിൻ മുഹമ്മദിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതാ മഹബത്ത്. അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭ്രാന്തം വന്നു. അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്നു പേരായ ഒരു ഭ്രാന്തം വന്നു. ഭ്രാന്തം വരുന്ന കണ്ടപ്പോൾ അല്ലാമ ശിബിലി എഴുന്നേറ്റിട്ട് ഗേറ്റിൻ്റെ അതുവരെ ചെന്ന് അയാളെ സ്വീകരിച്ച് കൊടുന്ന് ഇരുത്തിയിട്ട് പിന്നെ മൂപ്പർ എന്തൊക്കെ കുറേ വർത്താനം പറഞ്ഞു. മൂപ്പർ പോകുമ്പോൾ യാത്രയക്കും ചെയ്തു. ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഉസ്താദേ, അതഫ്അലു ഹകദാ ബിഹാദാ, ഇയാളെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടണത്? വഅഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ, ബഗ്ദാദുകാർ ഇദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന് പറയാറുണ്ടല്ലോ. ബഗ്ദാദുകാരൊക്കെ ഇയാൾക്ക് പിരാന്താന്നാ പറഞ്ഞത്, എന്തിനാ ഇയാൾ എങ്ങനെ കാട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട അല്ലാമ ശിബിലി പറഞ്ഞു, ഇതേ ചോദ്യം ഞാൻ മുമ്പൊരിക്കൽ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരിക്കൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ നബി തങ്ങൾ ദർസ് നടത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഒക്കെ ഉണ്ട്. ആ സദസ്സുക്ക് ഇയാളാണ് വന്നു. അള്ളാൻ്റെ റസൂൽ ഇരിക്കണ ഭാഗത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അയാളെ സ്വീകരിച്ച് അടുത്ത് വന്നിരുത്തുകയും പോകുമ്പോൾ യാത്രയാക്കുകയും ചെയ്തപ്പോൾ ഞാൻ അള്ളാൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതഫ്അലു ഹകദാ ബിഹാദാ വഅഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ, എന്തിനാ അങ്ങനെയൊക്കെ കാട്ടുന്നത്? ബഗ്ദാദുകാർ ഇയാൾക്ക് പിരാന്താണെന്നാണല്ലോ പറയാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശിബിലി, ഇങ്ങക്ക് അറിയോ ഇയാളെ? ഖുർആനിൽ എൻ്റെ പേര് പറഞ്ഞ ഒരായത്തുണ്ട്, ഇൻ്റെ പേര് അതിലുണ്ട് എന്ന കാരണത്താൽ ഇയാൾ ദിവസവും ഓരോട്ട ആയത്തോതുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ കാട്ടാതിരിക്കുക? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. എല്ലാ ദിവസവും ഒരോട്ടം ഓതുണ്ട്, പിന്നെ എങ്ങനെ ഞാൻ അങ്ങനെ കാട്ടാതിരിക്കുക? ആദ്യം പറഞ്ഞ ആയത്തിൽ ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറയാം, ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹരീസുൻ അലൈക്കും, നിങ്ങളോട് ഭയങ്കര അത്യാഗ്രഹമുള്ളവനാണ് എന്നാണ്. നമ്മളെ കാര്യത്തിൽ നമുക്കുള്ളതിനേക്കാൾ താല്പര്യം മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കാര്യത്തിൽ നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ താല്പര്യമുള്ള ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ആയത്ത് പറയണത്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ അത്യാഗ്രഹമാണ് നബി തങ്ങൾക്കുള്ളത്. നമ്മൾ നരകത്ത് പോവരുത് എന്ന് നമുക്ക് എത്ര ആഗ്രഹമുണ്ടോ അതിനേക്കാൾ ആഗ്രഹമാണ് നമ്മൾ നരകത്തിൽ പോവരുത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി തങ്ങളോടുള്ള മഹബത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. ഹുബ്ബിന് 10 ഘട്ടങ്ങളുണ്ട് എന്നാണ്. അതിലെ ഒന്നാമത്തെ ഘട്ടം കടന്നാൽ തന്നെ ഒരു മനുഷ്യൻ ഏറ്റവും നന്നാവും. ഇൽഫത്ത് എന്ന് പറഞ്ഞതാണ് ഒന്നാമത്തെ ഘട്ടം. ഇൽഫത്ത്,
ഇൽഫത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നിക്കാഹിൻ്റെ സദസ്സിലൊക്കെ ചെന്നാൽ ഉസ്താദ്മാർ ദ്വാരക്കലുണ്ടല്ലോ, അല്ലാഹുമ്മ അല്ലിഫ് ബൈന കുലൂബിക്കുമാ കമാ അല്ലഫ്ത ബൈന ആദം വ ഹവ്വാ, ആദം ഹവ്വാ എന്നവരുടെ ഇടയിൽ ഇൽഫത്തുണ്ടാക്കിയതുപോലെ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇൽഫത്തുണ്ടാക്കണമെന്ന് ദ്വാരക്കാരുണ്ട്. ഇൽഫത്തുണ്ടായാൽ തന്നെ പിരിയാൻ കഴിയില്ലെങ്കിൽ 10ാം ഘട്ടത്തുമ്പോഴേക്ക് എങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. 1ാം ഘട്ടത്തിലെത്തിയാൽ ഇൽഫത്താണ് മഹബത്തിൻ്റെ 1ാം ഘട്ടം. അർത്ഥം കൊണ്ട് നമ്മൾ മഹബത്ത് എന്ന് പറഞ്ഞെങ്കിലും മഹബത്തിൻ്റെ 4 ആയിരത്തേക്ക് നമ്മൾ എത്തണില്ല. 1ാം ഘട്ടം എത്തണമെങ്കിൽ തന്നെ ഇൽഫത്ത് എത്തണം. 6ാം ഘട്ടത്തിലാണ് മഹബത്ത് എന്ന് പറഞ്ഞിടത്തേക്ക് എത്തുള്ളൂ. 6ാമത്തെ ഘട്ടത്തിലാണ് എത്താം. തെയ്യം എന്ന് പറയുന്നതാണ് 10ാമത്തേത്. ലാലസ എന്നതിനെ മലയാളത്തിൽ പറയാം. സ്വന്തം എന്ന ഒന്നില്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ നോക്കിയാൽ കാണുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തും. അത് ഏറ്റവും വലിയ ദറജയാണ്. അവന് ഈ ലോകം കീഴ്പ്പെടും. അവൻ പറഞ്ഞാൽ പാറകൾ അംഗീകരിക്കും. ബാക്കിയുള്ളത് പിന്നല്ലേ. അവൻ പറഞ്ഞാൽ പാറ കേൾക്കും. ഇങ്ങനെ ഹുബ്ബ് കൊണ്ടു നീ റബ്ബിൽ വിലയം ചെയ്തെങ്കിൽ ജന്മം പാലിച്ചടോ, ഹുബില്ലാതെ നീ 2 ജന്മം ലച്ചു കളയുന്നതെന്തടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ. കല്ലിലും കരിങ്കല്ലിലും ഒക്കെ കാലം തീർത്ത ജനത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ റഹ്മത്തിൽ ആക്കിയോർ നബി തങ്ങളെ. ലാ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ. എനിക്കും എൻ്റെ പൈതങ്ങൾ ഒക്കെ എല്ലാവർക്കും ഉമ്മാബാവയിൽ എണ്ണിയാലൊടുങ്ങാത്ത സിറുകൾ ഏറെയുള്ള ശഫാഅത്തേ. ലാ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു മുഹമ്മദുർ. തങ്ങളെ തൃക്കല്യാണത്തിൻ തോരണങ്ങളെ തൂക്കുമ്പോൾ തെന്നിനം പാടി കൈകൊട്ടിയാടി താളത്തിൽ എന്നെ ചേർക്കല്ലാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. പാപിയാം ഞാനും പാപങ്ങൾ പേറി പാരിടത്തിലഞ്ഞല്ലോ, പാലക നിന്റെ പാരിടത്തിൽ ഈ പാപി ഞാനും തുലഞ്ഞല്ലോ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹൂറികൾ തങ്ക നാരികൾ ഒക്കെ ഹു അല്ലാ പാടിയാടുമ്പോൾ ഹസ്ബി അല്ലാഹു ചൊല്ലി എന്നെ ഹയ്യവാനിയുറക്കല്ലാ. ലാ ഇല്ലല്ലാഹു ലാ ഇലാഹ ലാ ഇലാഹ. കള്ള് ഷാപ്പിൽ നീ കേറിടാത്തത് സ്വർഗക്കള്ളിനെ മോഹിച്ചിട്ടോ, പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറുൽ ഈനെ നീ നച്ചിട്ടോ. ലാ ഇലാഹ
ഷാപ്പിൽ നീ കേറിടാത്തത് സ്വർഗക്കള്ളിനെ മോഹിച്ചിട്ടോ, പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറുൽ ഈനെ നീനച്ചിട്ടോ. റബ്ബിനെ മാത്രം കൊള്ളടോ, മറ്റു എല്ലതും റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് എല്ലതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ. കൊണ്ട് നീ റബ്ബിൽ വിലയം ചെയ്തെങ്കിൽ ജന്മം പാലിച്ചടോ. ഹുബില്ലാതെ നീ രണ്ട് ലോകം തുലച്ചു കളയുന്നതെന്തടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطردا ولا محروما. ألف بين قلوبنا واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. آمين برحمتك يا أرحم الراحمين. السلام عليكم. ഉസ്താദിനോടൊരു 2-3 ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. അതിന് ചെറിയ സമയം. ആരെല്ലാം കൈ നോക്കി, ഇല്ലെങ്കിൽ ഉണ്ടോ? അസ്സലാമു അലൈക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ നമ്മൾ 2 പ്രാവശ്യം അമൽ നോക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. വേറെ സ്ഥലത്ത് കേട്ടെന്ന് പറഞ്ഞാൽ അവസാനം ഹൗലുൽ കൗസർ വെള്ളം കോരിത്തരാൻ നേരത്ത് ഒരു ഭാഗം വരുമ്പോൾ ആട്ടി ഓടിക്കും. അപ്പോൾ റസൂലിൻ്റെ ദീനിൽ പിന്നെ ഭിന്നിപ്പ് ഉണ്ടാക്കിയവരാണ് അവർ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി ഓടി അപ്പോഴാണ് അറിയണമെന്ന് പറയും. പിന്നെ എല്ലാ ദിവസത്തിലും 2 പ്രാവശ്യം വെളിവാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ദിവസവും തൻ്റെ ഉമ്മത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്ന് പറഞ്ഞത്, ദിവസത്തിൽ 2 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്തു എന്ന് പറഞ്ഞത് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നമ്മുടെ ചെറുദോഷങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ ആദ്യം ഉണ്ടാവണം. ഒരാളൊരു പെണ്ണിനെങ്ങനെ നോക്കിയാൽ 20,000 സാധനങ്ങളും ഒരേ സമയത്ത് കാണും. ഒരു പെണ്ണിനെ ഒരാളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് 20,000 സാധനങ്ങളെങ്കിലും കാണും. അതിൽ നിന്ന് സാധാരണയുള്ള കുറച്ച് ഡിലീഷനുകൾ, ഡിസ്റ്റോഷനുകൾ, ജനറലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയാണ് നോട്ട് ചെയ്യണത്. പക്ഷേ 20,000 തെറ്റ് തന്നെയാണ്. നമ്മൾ നോട്ട് ചെയ്തത് മാത്രമല്ല തെറ്റ്, 20,000 അങ്ങനെ നമ്മൾ ചെറുദോഷങ്ങൾ എണ്ണണം. അപ്പോഴാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പൊറുക്കലിനെ തേടിയിൽ എവിടെ എത്തുകയെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് അവൻ്റെ തെറ്റുകളെക്കുറിച്ചുള്ള ഗഫലത്താണെന്ന് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലും നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ ഇനിയും ബാക്കി ഉണ്ടാവും എന്നർത്ഥം. നമ്മൾ ഇനിയും ചെല്ലുന്നത് ബാക്കിയുള്ള സാധനമായിട്ട് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ശഫാഅത്ത് വീണ്ടും വേണ്ടി വരും. പിന്നെ അങ്ങനെയൊക്കെ ആയാലും നരകത്തിൽ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി വീണ്ടും ശഫാഅത്ത് ചെയ്യേണ്ടി വരും. പിന്നെ ഹൗലിൻ്റെ അടുത്ത് നിന്ന് ആട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത് 4 വിഭാഗക്കാരെ പറഞ്ഞിട്ടുണ്ട്. ആ 4 വിഭാഗക്കാരെ ആരാന്ന് ചോദിക്കരുത്, എനിക്ക് ഓർമ്മയില്ല. ആ 4 വിഭാഗക്കാരെ ആട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് പരിഹസിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കുറേ ആളുകളാണ്. അപ്പോൾ അവർക്ക് അതെന്തായാലും ഉണ്ടാവും. അത് ഇതൊക്കെ പുറത്താലും നമ്മുടെ അടുത്ത് ബാക്കി പിന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ തെറ്റുകളെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ് മനുഷ്യൻ്റെ അടിസ്ഥാന തെറ്റ്. അതിലാണ് നമ്മളുള്ളത് എന്നർത്ഥം. അസ്സലാമു അലൈക്കും. ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, കുഴൽപ്പണവുമായി ഇടപാട് കാര്യം നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ ഉണ്ടല്ലോ, അത് ഹലാലാണോ അതല്ല ഹറാമാണോ? പിന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, കുഴൽപ്പണക്കാരുമായിട്ടുള്ള ഇടപാടിൽ നാം അത് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്താൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ ഉണ്ടല്ലോ, അത് ഹലാലാണോ അതല്ല ഹറാമാണോ? പിന്നൊരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ കുട്ടികളെ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ടല്ലോ, അവർ സ്പോൺസർ ഇങ്ങനെ ചെയ്തിട്ട് ഇത്ര പൈസ തന്ന